Hi everyone, this is me Casac Benjali. ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് മുൻപിൽ ഒരു അഭിമാനം ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മാത്രമല്ല നമ്മുടെ വ്യക്തിത്വത്തെയും കൂടി അടയാളപ്പെടുത്തുന്നതായിരിക്കണം. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ള നിലയും വിലയെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെടും. അങ്ങനെയുള്ള നിങ്ങളുടെ നിലയും വരെയും നഷ്ടപ്പെടുത്തുന്ന, നിങ്ങളെ സമൂഹത്തിൽ ഒരു അനഭിമതനാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് ആണ്. എസ്പെഷ്യലി മറ്റൊരാളുടെ ക്യാഷ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, പല ബിസിനസ് സ്ഥാപനങ്ങൾ, പല ഫണ്ട്, അതുപോലെ തന്നെ സംഘടനാ തലത്തിലിരിക്കുമ്പോൾ, നേതൃത്വത്തിലിരിക്കുമ്പോൾ, ഫണ്ട് മാനേജ് ചെയ്യുമ്പോൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫണ്ട് അല്ല എങ്കിൽ അത് വളരെ കൂടുതലായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. നമ്മുടെ ഫണ്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മറ്റൊരാളുടെ ഫണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന് സത്യസന്ധത എന്ന് പറയുന്നത് വ്യക്തമായിട്ട് കണക്കുമുണ്ടായിരിക്കണം. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഇൻറ്റൻഷനലി യാതൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ ഫണ്ട് അപഹരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ നിലയും വിലയും നഷ്ടപ്പെടാം. ഒന്നാമത്തത്, ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള കണക്ക് വെക്കാതിരിക്കുന്നത് വഴി. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് നിങ്ങൾ പോലും അറിയാതെ മറ്റുള്ളവർക്കും കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ നിങ്ങളുടെ കൺട്രോൾ അതിൽ ഇല്ലാതിരിക്കുക. ഈ രണ്ട് സംഭവങ്ങളുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പേര് ദോഷം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കള്ളനെന്നും അഴിമതിക്കാരനെന്നൊക്കെ പേര് വരും. അത് വരാതെ സൂക്ഷിക്കേണ്ടത് ഈ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴിയാണ്. ഇനി രണ്ടാമത്തത്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റഗ്രിറ്റിയാണ്, സത്യസന്ധതയാണ്, വിശ്വസ്തതയാണ്. അയാളെ വിശ്വസിക്കാൻ കൊള്ളും. അയാളെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്തിരിക്കും. അയാളൊരു വാക്ക് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമെന്ന് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയാൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അത് നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയാണ്. ഒരു പേയ്മെന്റ് ഇന്ന ഡേറ്റിന് സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും, ലോകത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ ഫോർ യു. യു വിൽ ഫിനിഷ് ഇറ്റ്, യു വിൽ മേക്ക് ഇറ്റ് എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മളെ വിശ്വസിക്കാൻ, പുള്ളിക്കാരനാണോ ഏറ്റിരിക്കുന്നത്, അത് സംഭവിച്ചിരിക്കും എന്ന ആളുകൾക്കൊരു കോൺഫിഡൻസ് തോന്നത്തക്ക രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഒരു മീറ്റിങ്ങിന് പോകുക, കറക്റ്റ് സമയത്ത് എത്തുക. ഒരു സ്ഥലത്ത് ഞാൻ ഇന്ന സമയത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ എത്തിച്ചേരുക. വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ ഇൻറ്റഗ്രിറ്റി, വിശ്വസ്തതയെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും. ഇത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നമ്മുടെ എല്ലാ നിലയും വിലയും പോവും. നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളായിട്ട് സമൂഹം വിലയിരുത്തുകയും ചെയ്യും. മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് ഇൻകൺസിസ്റ്റൻസി. ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പം പലപ്പോഴും നമ്മളൊക്കെ ഈ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കാണാറുണ്ട്, ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് പോകുന്നു, പിന്നെ 10 പൈസ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു. അതുപോലെ തന്നെ MLA-മാരെയൊക്കെ വലിയ രീതിയിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ അവിടെ നിന്ന് ജയിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് കൂറുമാറുന്നു. ഇത് രാഷ്ട്രീയം മാത്രമല്ല, അതൊരു വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും ഒരു വിശ്വാസതയാണെങ്കിലും ഏതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കട എന്ന് പറയാറുണ്ട് അല്ലേ. ഒരു വിഷയത്തിൽ നീ ഏതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കട. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. ഏതൊരു വിഷയമാണെങ്കിലും നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. ആ സ്റ്റാൻഡിൽ നിന്നാൽ പിന്നെ അവിടെ തന്നെ നിൽക്കണം. എന്തെങ്കിലും തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എടുത്ത സ്റ്റാൻഡ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ മറ്റുള്ളവരോട് മാപ്പ് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മറുഭാഗത്തേക്ക് നിൽക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ഠം ചാടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും തന്നെ ഒരു നല്ല ക്യാരക്ടർ ഉള്ള വ്യക്തിക്ക് ചേർന്നതല്ല. ഇനി നാലാമത്തത്, പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും നമ്മൾ വല്ല സ്നേഹത്തോട് കൂടിയിട്ട് അടുത്തുകൂടും, നല്ല സ്നേഹത്തോട് കൂടിയിട്ട് അടുത്തുകൂടും, വല്ലാണ്ട് നമ്മളെ കെട്ടിപ്പിടിക്കും, നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഞാനുണ്ട് കൂടെ എന്നൊക്കെ പറയും. എന്നിട്ട് നൈസായിട്ട് നമ്മളെ അവരവരുടെ കാര്യത്തിന് അങ്ങ് ഉപയോഗിക്കും. നല്ല രീതിയിൽ സോപ്പൊക്കെ പതപ്പിച്ച് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ യൂസ് ചെയ്യുക. ഒരിക്കലും തന്നെ നിങ്ങളത് ചെയ്യരുത്. നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയെ ഒരിക്കലും എന്തൊക്കെ പ്രലോഭിപ്പിച്ചാലും ശരി അമിതമായിട്ട് യൂസ് ചെയ്യരുത്. ഇനി അഥവാ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് വേണം, എനിക്ക് നിന്റെ ഒരു സഹായം വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ച് മാന്യമായിട്ട് ആ വ്യക്തിയെ ചെയ്യുക. മറ്റ് പ്രലോഭനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ യൂസ് ചെയ്യുന്നത് ഒരു നല്ല സ്വഭാവമല്ല. അവനൊരു ചൂഷണ വിദഗ്ധനാണ്, നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ ഇട കൊടുക്കാതിരിക്കുക. അഞ്ചാമത്തെ സ്വഭാവമാണ് ഏറ്റവും അപകടം പിടിച്ച സ്വഭാവങ്ങളിൽ ഒന്ന്, ബ്ലെയിമിങ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും.
നിങ്ങളുടെ ഭാഗത്തായിരിക്കും പ്രശ്നം. നിങ്ങളാണ് സമയം വൈകി വന്നത്, നിങ്ങളാണ് പേയ്മെന്റ് ഡിലേ ആക്കിയത്, നിങ്ങളാണ് കിടന്നുറങ്ങിയത്, നിങ്ങളാണ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരുന്നത്, നിങ്ങളാണ് വാക്ക് തെറ്റിച്ചത്. പക്ഷെ ഒന്നും ഉണ്ടാവില്ല. മറ്റൊരാളെ നമ്മൾ നമ്മുടെ കുറ്റം അങ്ങ് അടിച്ചേൽപ്പിച്ച് ബ്ലെയിം ചെയ്യും. അത് മറ്റൊരു വ്യക്തിയാകാം, ഗവൺമെന്റിനെയാകാം, കാലാവസ്ഥയാകാം, മഴയുണ്ടായിട്ടാണ്, വെയിലുണ്ടായിട്ടാണ്, ചൂടുണ്ടായിട്ടാണ്, അല്ലെങ്കിൽ പ്രകൃതിയാകാം. അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ നമ്മൾ ബ്ലെയിം ചെയ്തിട്ട് നമ്മളുടെ തടി രക്ഷപ്പെടുത്തുന്ന ശീലം അതൊരിക്കലും തന്നെ നല്ല വ്യക്തിയുടെ ഒരു സ്വഭാവമല്ല. നിങ്ങളുടെ അടുത്ത് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അക്സെപ്റ്റ് ഇറ്റ്. അത് എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റി, എനിക്ക് ക്ഷമിക്കണം, എന്നോട് നിങ്ങൾ ക്ഷമിച്ചു തരണം, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നുള്ളത് ഓപ്പണായിട്ട് മുഖത്ത് നോക്കി പറയണം. അതിന് കെജ്രിവാളിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കാണാറുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, മുഖ്യമന്ത്രിയായി. പിന്നെ ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെട്ട ചെറിയൊരു പ്രശ്നത്തിൽ കോൺഗ്രസിൻ്റെയും ഒക്കെ പിന്തുണ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചിട്ട് അയാൾ ഒളിച്ചോടി. അതിൽ നിന്ന് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് രാജിവെച്ചു. പിന്നെ കുറച്ചു കാലം അവിടെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും നടന്നില്ല. പക്ഷെ അതിൽ നിന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അതായിരുന്നില്ല റൈറ്റ് സ്ട്രാറ്റജി. ഒരു നാട്ടിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളും മറ്റും വരണമെങ്കിൽ ഞാനത് അവിടെ നിന്നേ പറ്റൂ. തെരഞ്ഞെടുക്കപ്പെട്ടത് ഭരിക്കാനാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റത് ഒളിച്ചോടിയത് ശരിയായില്ല എന്ന് ബോധ്യപ്പെടുകയും പുള്ളിക്കാരൻ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. കെജ്രിവാളിൻ്റെ രാഷ്ട്രീയത്തെ മറ്റൊന്നുമല്ല ഞാൻ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരൻ മാപ്പ് ചോദിച്ചു. എല്ലായിടത്തും പബ്ലിക്കായിട്ട് ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, മാപ്പ് ചോദിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹം വന്നത് 70 സീറ്റിൽ 67 സീറ്റും സ്വന്തമാക്കിക്കൊണ്ടാണ്. സോ മറ്റുള്ളവരെ എല്ലാം കുറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഞാൻ നമ്മൾ തന്നെ ഏറ്റെടുക്കുക. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാതിരിക്കുക 6ാമത്തെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മളെക്കുറിച്ചൊരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ, നമുക്കത് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ച് ഔട്ട്പുട്ട് നിങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൊരു വാക്കുണ്ടാവും, ഞാൻ ഈ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഈ ലെവൽ ഓഫ് ഫണ്ട് തന്നിരിക്കും എന്ന് പറഞ്ഞു നിങ്ങളത് വിശ്വസിക്കുകയാണ്. ആളുകൾ നിങ്ങളിൽ അത് കംപ്ലീറ്റ് ചെയ്യും, നിങ്ങളിലൂടെ അത് ഫുൾഫില്ല് ചെയ്യപ്പെടുമെന്നുള്ളത് ആളുകൾ വിശ്വസിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങൾ പറയുന്നത് അയ്യോ എനിക്ക് അത്രയും പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന റിസൾട്ട് അതിനേക്കാളും എത്രയോ താഴ്ന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വിശ്വസിക്കില്ല. പിന്നെ നിങ്ങൾ എത്ര വലിയ പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ജനങ്ങൾ വിശ്വസിക്കില്ല. സോ പറ്റുന്ന എക്സ്പെക്ടേഷൻ മാത്രം കൊടുക്കുക, കൊടുത്താൽ അത് ഫുൾഫില്ല് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു അപകടം പിടിച്ചൊരു സ്വഭാവമാണ് 7ാമത്തെ പുഷിങ് അതേഴ്സ്. അത് മറ്റുള്ള ആളുകളെ നമ്മളുടെ ഭാഗം ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യുക. നമ്മൾ തെറ്റാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു ആളുകൾക്കിടയിൽ ഒരു മതിപ്പൊക്കെ കിട്ടണമെങ്കിൽ നീ എന്നെ സപ്പോർട്ട് ചെയ്യണം, നീ എനിക്ക് വേണ്ടി പറയണം, നീ അത് ശരിയാണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് നമ്മളുമായിട്ടുള്ള ബന്ധമോ സൗഹൃദമോ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മൾ അവരെ നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ട് നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അതൊരു നല്ല ശീലമൊന്നുമല്ല. നമ്മളുടെ ബോധ്യത്തിൽ നമ്മൾ നിൽക്കുക. നമുക്ക് ശരിയെന്ന് തോന്നുന്ന ചില ശരികളുണ്ടാകും, അത് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ബാക്കിയുള്ളത് കാലം തീരുമാനിക്കട്ടെ. പക്ഷേ എന്തിനാണ് മറ്റൊരാളെ നമ്മൾ ശരിയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പുഷ് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആളുകൾ പറയും അയ്യോ അയാൾ ഒരു വല്ലാത്തൊരു മനുഷ്യനാണോ, അയാളിലേക്ക് നമ്മളെയും കൂടെ പുഷ് ചെയ്തിട്ട് ഒരു വൃത്തികെട്ട മനുഷ്യൻ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറും. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിമാനം സമൂഹത്തിൽ നഷ്ടപ്പെടാതെ നോക്കാം. നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കാനും കഴിയും. എല്ലാവിധ ആശംസകളും. ഞാൻ കസാക് ബെഞ്ചാലി. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കോഴ്സുകളുണ്ട്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡ് സെറ്റിനെയൊക്കെ സെറ്റ് ചെയ്യുന്ന പ്രോഗ്രാം, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ മണി വൈബ്രേഷൻ റേസ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് പണം അട്രാക്റ്റ് ചെയ്യുന്നതിന് അനുകൂലമായ രീതിയിൽ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മൈൻഡ് ബ്ലോക്കിനെ നമ്മുടെ മൈൻഡ് സെറ്റിൽ നിന്ന് പൂർണ്ണമായും റിമൂവ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോഗ്രാമാണ് വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാം. ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ബിസിനസ് ബൂം എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമായിട്ടുള്ള സെൽഫ് മാസ്റ്ററി, പ്രസംഗ പരിശീലന പ്രോഗ്രാമായിട്ടുള്ള സ്പീക്ക് ടു ഇതെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ബെൽ ബട്ടൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക് യു. ഞാൻ കസാക് ബെൻജാലി.